ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഏതായാലും രാവിലെ തന്നെ നമ്മുടെ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുവാണ്. ഏതായാലും ചലഞ്ചിന് വേണ്ടിയിട്ട് എണീറ്റപ്പോഴാണ് മനസ്സിലായത് രാവിലെ പുറത്ത് നല്ല അടിപൊളി മഴയായിരുന്നു. മഴയൊക്കെ പെയ്യുന്നത് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഏതായാലും ചലഞ്ച് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, പല്ല് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കി. പല്ല് കേൾക്കുന്നത് നമ്മുടെ മെയിൻ ഡെയിലി റൊട്ടീൻസിൽ ഒന്നായതുകൊണ്ട് തന്നെ ഞാൻ പല്ലൊക്കെ തേച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് നല്ല മഴ പെയ്ത് തോർന്നിരിക്കുന്ന അവസ്ഥയാണ് ഗൈസ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് പുറത്തേക്ക് വാമപ്പിന് ഓടാൻ പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഓടാൻ പോയി കഴിഞ്ഞാൽ എനിക്കിന്നിനി വർക്കൗട്ട്, അതായത് നമ്മുടെ ചലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എവിടെയെങ്ങാനും തെന്നി അടിച്ച് വീണ് കഴിഞ്ഞാൽ ഗൈസ് അവിടെ കിടക്കത്തേ ഉള്ളൂ, എടുത്തുകൊണ്ട് വരാൻ ആരുമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നമ്മുടെ ചലഞ്ചിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കട്ടൻ കുടിക്കാം. നമ്മുടെ ബഷീറിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുലൈമാനി. അത് കുടിച്ചിട്ട് നമുക്ക് മെല്ലെ നമ്മുടെ വർക്കൗട്ടിലേക്ക് പോകാം. വർക്കൗട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏതായാലും എൻ്റെ ആപ്സൊക്കെ കാണാം. ഒന്നുമില്ല, ജസ്റ്റ് നാല് കട്ടേ ഉള്ളൂ. ബോഡിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വർക്കൗട്ടിലേക്ക് ചലഞ്ചിലേക്ക് കിടക്കാം. ചലഞ്ചിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് 100 ഒറ്റയടിക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല. ഏതായാലും ഞാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ റെസ്റ്റ് എടുത്ത് ചെയ്യുള്ളൂ ഗൈസ്. അപ്പം ഏതായാലും 40 ഞാൻ കംപ്ലീറ്റ് ആക്കുമെന്ന്, 40 എന്തായാലും ഒറ്റയടിക്ക് എടുക്കുമെന്ന് എനിക്ക് കൺഫേം ആണ്. അത് കാരണം തന്നെ 40 നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൈസ്, നല്ലൊരു മുട്ടൻ പണിയാണ് ഈ കിടക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വർക്കൗട്ടിലേക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചലഞ്ചിൽ ഏതായാലും ഒരു 40 പുഷപ്പ് ഞാൻ കണ്ടിന്യൂസ്ലി അടിച്ചിട്ടുണ്ട്. കൈയൊക്കെ നല്ല പെയിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാണ്, കുറേ ആയി വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. ഇപ്പോൾ ഏതായാലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഐഡിയ തോന്നിയത് കാരണം ചെയ്തതാണ് ഗൈസ്. നല്ല മുട്ടൻ പണിയായിരുന്നു. ഏതായാലും 40 ആദ്യത്തത് 40 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളത്. ഏതായാലും 40 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തൊരു 20 റെപ്സ് അടിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം. 20 പുഷപ്പും കൂടി അടിച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാം അങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും ഞാൻ കംപ്ലീറ്റ് ആക്കും. ഫസ്റ്റത്തെ 100 പുഷപ്പ് അത് തന്നെ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നാണക്കേടല്ലേ. ഏതായാലും അത് ഞാൻ കംപ്ലീറ്റ് ആക്കും. നിങ്ങൾക്ക് കാണാം, ആ പുഷപ്പ് എടുക്കുന്ന വീഡിയോയിൽ ഒന്നുപോലും ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏതായാലും നമുക്ക് ബാക്കിയും കൂടി എടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോകുന്നത്. ഏതായാലും ഗൈസ് 40 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തിട്ട് 20 കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാൻ. നിങ്ങൾ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല ടാസ്ക്കുള്ള പരിപാടിയാണ്. എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ടാണ് വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്ന ചാനലാണെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയായിരുന്നെങ്കിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാലഞ്ചസ് ഇനിയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഏതായാലും ഞാൻ 20 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 20 കംപ്ലീറ്റ് ആക്കിയപ്പോഴാണ് മനസ്സിലായത് മുട്ടൻ പണിയാണ്, നടക്കൂല. ഏതായാലും നമുക്ക് അടുത്തൊരു 10 കൂടി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ എനിക്കെടുത്ത് പോകാൻ പറ്റുള്ളൂ. ആദ്യം 40 എടുത്തു, ഇപ്പോൾ 20 എടുത്തു. ഇനി അടുത്തൊരു 10 സെറ്റും കൂടി എടുക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കാനും ലൈക്ക് അടിക്കാനും ബെല്ലൈക്കൻ നോട്ടിഫൈ ചെയ്ത് വെക്കാനും മറക്കരുത്. അപ്പോൾ ഏതായാലും ഗൈസ്, എനിക്ക് നല്ല വേദന എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കൈയുടെ 2 ബാക്ക് സൈഡും, അതായത് നമ്മുടെ ട്രൈസിപ്സിൻ്റെ ഭാഗം നല്ല വേദന എടുക്കുന്നുണ്ട്. പോരാത്തതിന് നമ്മുടെ ചെസ്റ്റ് നല്ല വേദന അറിയുന്നുണ്ട്. ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് പുഷപ്പ് എന്ന് പറയുന്നത്. ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ് പുഷപ്പ് എന്ന് പറയുന്നത്. അപ്പം നല്ല പെയിൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് രണ്ടും. ഏതായാലും നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. ഏതായാലും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടെ വേണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഏതായാലും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്നവരെല്ലാവരും എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, അപ്പം ബാക്കിയും കൂടി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ആ പുഷപ്പ് എടുക്കുന്ന വീഡിയോ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം കട്ട് ചെയ്ത്, അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇൻട്രോ, അതായത് മഴ പെയ്യുന്നു അതൊക്കെ പറയുമ്പം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. അതുപോലെയല്ല ഇതേതായാലും ഞാൻ ആ വീഡിയോ ഒന്നായിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് നോക്കാം എവിടത്തോളം എങ്ങനെ വരെ ചെയ്യാൻ പറ്റുമെന്ന്. ഗൈസ്, നമുക്ക് ബാക്കി കാണാം. 40 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 20 ഇനി ഒരു 10 കൂടി എടുക്കുക എന്നുള്ള ധാരണയിലാണ് ഞാൻ നിൽക്കുന്നത്.
അങ്ങനെ ഗൈസ് ഞാൻ ആ 10ാമത്തെ മൂന്നാമത്തെ സെറ്റിലെ 10 കൂടി എടുക്കുവാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അപ്പം നമുക്കൊന്ന് കുറച്ചും കൂടി റെസ്റ്റ് ചെയ്തിട്ട് ബാക്കി ചെയ്യാം. നല്ല പെയിൻ ഉണ്ട് ഗൈസ്, ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ചലഞ്ച് തന്നെയാണ് ഞാൻ തന്നെ മുന്നോട്ട് വെച്ച ചലഞ്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചലഞ്ചാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. എന്തായാലും അതെടുത്ത് കഴിഞ്ഞൊരു 15 കൂടി ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് 15ാമത്തെ, അതായത് 4ാമത്തെ സെറ്റിലെ 15 കൂടി ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ഗൈസ് 15 കൂടി എടുത്തു. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് 40 പിന്നെ എടുത്തത് 20 പിന്നെ എടുത്തത് 10 അങ്ങനെ 70 പിന്നെ ഒരു 30 കുറവും കൂടിയുണ്ട്. അങ്ങനെ ഒരു 15 കൂടി ഞാൻ എടുത്തു. 15 കഴിഞ്ഞ് ഇപ്പോൾ ഇത് അടുത്ത സെറ്റ് ഒരു 10ൻ്റെ ഒരു സെറ്റും കൂടി എടുക്കാമെന്നുള്ള ധാരണയിലാണ്. ഒരു 10ൻ്റെ സെറ്റ് പിന്നെ ഒരു 5ൻ്റെ സെറ്റ് അങ്ങനെ എടുക്കാമെന്നുള്ളൊരു ധാരണയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാനത് കംപ്ലീറ്റ് ആക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഇതെന്തായാലും 100 ദിവസം ഞാൻ എന്തായാലും വീഡിയോ ഇടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നോട്ടിഫൈ ചെയ്യുക. ഞാനിടുന്ന പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊന്നും ബെല്ലൈക്കണും കൂടി ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും അടുത്ത 15 കൂടി ഞാൻ എടുക്കും. അടുത്ത 10 കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് 5 കൂടിയാണ്. 5 കൂടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ ചാലഞ്ച് കംപ്ലീറ്റ് ആകും. എന്തായാലും ഞാൻ വീഡിയോസ് എന്തായാലും ഇടും. അപ്പം എല്ലാവരും ഇതിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എല്ലാവരിലേക്ക് എത്തിക്കുകയും എനിക്ക് കുറച്ച് സപ്പോർട്ടീവായി നിൽക്കുകയും ചെയ്യണം ഗൈസ്. അപ്പം താങ്ക് യു. അപ്പോൾ ഗൈസ് ഏതായാലും നമ്മുടെ 15 പുഷപ്പും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് ആകെ ഒരു 10 കൂടിയുള്ളൂ. അപ്പം നല്ല പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി റെസ്റ്റ് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്നത്. എന്തായാലും പിന്നെ ഒന്നും ആലോചിക്കണ്ടെന്ന് വിചാരിച്ച് പുഷപ്പ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ കൈയും എൻ്റെ ചെസ്റ്റ് സമ്മതിക്കുന്നില്ല. എന്നിരുന്നാലും ഞാൻ ഒരു 10 പുഷപ്പും കൂടി എടുക്കാൻ ട്രൈ ചെയ്യുകയാണ്. നല്ല പെയിനാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എൻ്റെ ഈ മുക്കലിന് നിങ്ങളൊരു സബ്സ്ക്രൈബും ഒരു ലൈക്കും തന്ന് സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഏതായാലും 10 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അയ്യോ നല്ല പെയിനാണ് ഗൈസ്, ട്രൈസിപ്സും എൻ്റെ ചെസ്റ്റും ഒക്കെ നല്ല പെയിൻ വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഇനി ഒരു 5 കൂടി എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ 100 പുഷപ്പ് എന്നുള്ള എൻ്റെ ആ ഒരു ഇത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ലാസ്റ്റത്തെ 5 കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഗൈസ്. അപ്പോൾ ഗൈസ് ഡേ 1 100 പുഷപ്പ് അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായാലും ഷോൾഡറും കൈയും ചെസ്റ്റും ഒക്കെ നല്ല വേദനയാണ്. അപ്പം കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ബെല്ലൈക്കൺ ഓണാക്കി ഇടുക. അപ്പം എല്ലാവരും ഒന്ന് നോക്കണം, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. അപ്പം ബൈ.